ഒരു പാവയ്ക്ക വിരോധിയായ എനിക്ക് ഈ പാവയ്ക്ക അച്ചാർ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പേർക്ക് ഇതിൻ്റെ റെസിപ്പി വേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്ക എടുത്തത് നല്ല നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഉപ്പ് തേച്ച് ഒരു അരമണിക്കൂർ അവിടെ വെക്കണം. എന്നിട്ട് ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് ഉലുവ ഇടുക, കുറച്ച് കടുക് ഇടുക. എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം മതി. പറയാൻ കാര്യം വേറൊന്നുമല്ല, കടുക് ഉലുവ എന്ന് ഒരുപാട് ഇട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം. പിന്നെ പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുനുകുനാന്നിരുന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കണം. ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും കരിയരുത് കേട്ടോ, ശ്രദ്ധിക്കണം. നമുക്ക് ആ ഉപ്പ് തേച്ച് വെച്ച പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി മാത്രം ഇതിൽ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നുള്ളേ. എന്നിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മഞ്ഞപ്പൊടി ആ പാവയ്ക്കായിലൊന്ന് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പാവയ്ക്കൊക്കെ കയ്പല്ലേ, അതിൻ്റെ കയ്പ് മാറാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ല. അപ്പോൾ അത് ഒരു പിഞ്ച് ശർക്കര എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടല്ലേ, അത്രയും അളവിൽ ഇടാവുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഇട്ടാൽ ഭയങ്കര മധുരമായിരിക്കും. ആ കയ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തത്. വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് പാവയ്ക്ക ഒന്ന് വേവിച്ചെടുത്താൽ ഇവിടെ അച്ചാർ റെഡിയായി. എങ്ങനെയുണ്ട്? ഭയങ്കര സിമ്പിൾ റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കണേ.